അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിൽ തുടരും. പാണക്കാടെത്തി അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ലീഗിൽ തുടരുമെന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി അറിയിച്ചു. ജംഷീർ കൊടിഞ്ഞ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, നേരത്തെ CPM-വുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച പാളിപ്പോയോ? തീർച്ചയായിട്ടും. അതായത് ആ ചർച്ചയിൽ ഇനി ഒരു തുടർ നടപടി ഉണ്ടാകില്ല എന്ന് വ്യക്തമാകുന്നതാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഈ നീക്കം എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് രാത്രിയോട് കൂടിയാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി പാണക്കാട് എത്തിയിരിക്കുന്നത്. അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായും അതോടൊപ്പം തന്നെ മുനവ്വർ അലി തങ്ങളുമായും എല്ലാം തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. നേരത്തെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വൈകുന്നേരത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ലഭിച്ച വിവരം, കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ സാദിഖ് അലി തങ്ങളോ ബന്ധപ്പെട്ടാൽ താൻ പാണക്കാട്ടേക്ക് വരും, അല്ലെങ്കിൽ ലീഗുമായി സഹകരിക്കും എന്ന തരത്തിൽ ഒരു പ്രതികരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളിൽ ലഭിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ പാണക്കാട്ടേക്ക് ക്ഷണിച്ചിരിക്കുന്നു. പാണക്കാട്ടേക്ക് വരാൻ പാണക്കാട്ട് വന്നാൽ തീരാത്ത പ്രശ്നമുണ്ടാ? പാണക്കാട്ടല്ലെങ്കിലും അങ്ങനെയാണല്ലോ. അവിടെ എത്തുന്ന ആയിരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ടാണ്, ആയിരക്കണക്കായ പ്രശ്നങ്ങളുമായിട്ടാണ് പാണക്കാട്ടേക്ക് ഇരുന്നത്. അവിടെ എത്തിയാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ടോ? അബ്ദുറഹ്മാന്റെ കാര്യവും അതുപോലെ തന്നെ. പാണക്കാട്ടേക്ക് വന്നപ്പോൾ തീരണം. ഇപ്പം ഇന്ന് ഞാൻ ചില മാധ്യമങ്ങളിൽ കണ്ടു, ലീഗിന് വലിയ ആശങ്കയായിരുന്നു, ലീഗിൻ്റെ മുകളിൽ നിന്ന് വലിയൊരു മഞ്ഞ് പെയ്തൊഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ലീഗിന് ആശ്വാസമായി എന്നൊക്കെ പറഞ്ഞിട്ട്. ലീഗിന് എന്തിനോ ആശ്വാസത്തിൻ്റെ കുറവ്? ലീഗിനൊരു ആശ്വാസത്തിൻ്റെ കുറവില്ല. അന്ത്രമാൻ പോയാൽ അന്ത്രമാന് പോയി, മനസ്സിലായില്ലേ? അതിനപ്പുറം അബ്ദുറഹ്മാൻ രണ്ടത്താണിയല്ല, ആര് പാർട്ടി വിട്ടാലും പാർട്ടിക്കൊരു പ്രശ്നവുമില്ല. പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി കൊടി പിടിച്ച ആളുകളുടെ പിൻബലത്തിൽ നേതാക്കന്മാരായവരല്ല പാർട്ടി. നിങ്ങളറിയാത്ത, കേരളത്തിലെ മാധ്യമങ്ങളോട് പറയാം, നിങ്ങളറിയാത്ത, നിങ്ങൾ കാണാത്ത, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ലക്ഷങ്ങളുണ്ട് ഈ പാർട്ടിക്ക്, ഈ ഹരിത പതാകക്ക് കീഴിൽ. അവരാണ് പാർട്ടി. അവരില്ലെങ്കിലാണ് പാർട്ടിക്ക് പ്രതിസന്ധി. അവരുണ്ടാകുന്ന കാലത്തോളം പാർട്ടിക്കൊരു പ്രതിസന്ധിയും ഇല്ല. മനസ്സിലായില്ലേ? അന്ത്രമാൻ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ രണ്ട് കാര്യം മനസ്സിലായി. എന്താ? ഒന്ന്, താൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഈ കാര്യത്തിൽ എന്ന്. രണ്ട്, തൻ്റെ വീട്ടിലുള്ളവർ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് അന്ത്രമാൻ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ കാര്യം മനസ്സിലായി. അന്ത്രമാൻ വൈകുന്നേരം നോമ്പറക്കാൻ നേരത്ത് അന്ത്രമാൻ ഭാര്യനോട് ചോദിച്ച്, എന്താ നോമ്പറക്കാനെന്ന്? ഇവിടെ നോമ്പറക്കാനൊന്നുമില്ല, വേണേ ഹോട്ടലിൽ പോയി തിന്നോളിന്ന് പറഞ്ഞ്. ആര്? ഒരായുസ് ഈ കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങിയ അന്ത്രമാൻ ഇത്രയും ആയുസിൽ ഇതുവരെ ഭാര്യ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ അത് പറഞ്ഞ്, എന്ത് നോമ്പറക്കാൻ, വേണേ പോയി തിന്ന്, ഹോട്ടലിൽ പോയി തിന്നോന്ന്. നോമ്പറക്ക ഹോട്ടലിൽ പോയിക്കോ അല്ലെങ്കിൽ പള്ളിക്ക പോയിക്കോന്ന് പറഞ്ഞു. തീർന്നില്ല അന്ത്രമാൻ ഓടി. ഹോട്ടലിക്കല്ല ഓടിയത്, അന്ത്രമാൻ പാണക്കാട്ടേക്ക് ഓടി. അന്ത്രമാന്റെ കളി ലീഗിനോട്. അന്ത്രമാനെ ഇന്നലെ ഇറങ്ങണായിരുന്നു. എവിടുന്ന് ലീഗിൽ നിന്നില്ല, ഈ ഇറങ്ങണായിരുന്നു. കറിവേപ്പില. മനസ്സിലായില്ലേ? ഇപ്പോ ആ തിരിച്ചടികൾ ഓർത്തുകൊണ്ട് തന്നെ. കാരണം അന്ത്രമാനെ ഒരു കാര്യം, അന്ത്രമാനെ തിരൂരല്ല, താനൂരല്ല, മലപ്പുറത്തല്ല, സാക്ഷാൽ കണ്ണൂർ പോയി മത്സരിച്ചാലും അന്ത്രമാനെ തോക്കും, അന്നെ തോപ്പിക്കും. കാരണം ലീഗുകാർക്കൊരു പ്രത്യേക വേറൊരു കാര്യമുണ്ട്. ഈ പാർട്ടിയെയും തങ്ങന്മാരെയും പാർട്ടിയെയും പ്രസ്ഥാനത്തെയൊക്കെ വെല്ലുവിളിച്ചിട്ട് അത് മറുകണ്ഠം ചാടുക, ഈ വിമതനാകുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നം എന്താണെന്നറിയോ? പിന്നെ അവിടെ പ്രശ്നം ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. മനസ്സിലായില്ലേ? ആ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ഒരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അത് നമുക്ക് അങ്ങോട്ട് പൊറുക്കൂല. മനസ്സിലായില്ലേ? അന്ത്രമാനെ എവിടെ പോയാലും എന്തൊക്കെ ചർച്ച നടത്തിയാലും ഇതിപ്പോൾ എന്തായി എന്നറിയാൻ പോലെ അവസാനം എന്തായി? മുടക്കച്ചരക്കായി, നായി തട്ട കലം പോലെ ആയി എൻ്റെ കാര്യം. ഇനിയിപ്പോൾ എനക്ക് എന്താ പ്രശ്നം? ഇന്നലെ എനിക്ക് മനസ്സിലാവാത്ത ഈ തിരൂരും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറലും, CPIൻ്റെത് ഇങ്ങോട്ട് വാങ്ങലും, CPMൻ്റെ അങ്ങോട്ട് കൊടുക്കലും എല്ലാം പാടെ ജഗപുകയായിരുന്നു. എവിടെ? പാർട്ടി ഓഫീസിൽ. ഏത് പാർട്ടി ഓഫീസിൽ? ലീഗിൻ്റെ പാർട്ടി ഓഫീസിലല്ല, അപ്പുറത്ത്
ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ കേരളത്തില് നിങ്ങൾ നോക്ക്, മലപ്പുറം ജില്ലയിലെ CPM എന്ന് പറഞ്ഞാൽ എന്താണ് പാർട്ടിയാണോ? അല്ലല്ലോ. CPMന്റെ സ്ഥാനാർത്ഥികൾ, CPMന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ മൊത്തം CPMകാരാണോ? അല്ല, സ്വതന്ത്രരാണ്. എന്തുകൊണ്ടാ? മലപ്പുറം ജില്ലയിൽ CPM എന്ന് പറയുന്ന പാർട്ടി ഇല്ല. സംഭവം പാർട്ടി ഓഫീസൊക്കെ കാണാം. ആ മലപ്പുറം ജില്ലയിലെ CPM കേരളത്തിലെ ബാക്കിയുള്ള 13 ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചില ആളുകൾ, ചില പണച്ചാക്കുകൾ, അങ്ങനെയൊക്കെ ഉള്ള ബിസിനസ്സുകാർ ഒക്കെ ആയിട്ടുള്ള ആളുകൾ ലീഗിൻ്റെ കൂടെ നിന്ന ആളുകളായിരിക്കും. ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ അവൻ്റെ എന്തെങ്കിലും ഒരു കാര്യം നടത്തിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ ലീഗായിട്ട് തെറ്റും. അങ്ങനെ തെറ്റിയിട്ട് ഇവൻ നേരെ ഒരു ചാക്കിൽ പണമായിട്ട് ഈ പറയുന്ന സോക്കോൾഡ് CPMമാരുടെ അടുത്തേക്ക് പോകും. അടുത്ത നിമിഷം മുതൽ അവൻ ലീഗിനെ തെറി പറയും, ലീഗ് നേതാക്കളെ തെറി പറയും. ആരായി ഇവൻ? പിന്നെ CPMന്റെ സ്ഥാനാർത്ഥിയാവുകയാ അല്ലേ? ഇപ്പൊ ഈ അന്തർമാൻ പോവാൻ നോക്കിയൊരു അന്തർമാന്, ഇനി പോയ വേറൊരു അന്തർമാനുണ്ട്. എനിക്ക് താനൂര് വേണ്ട, എന്നെ പിടിച്ചു നിർത്തിയാലും ഞാൻ നിൽക്കൂല, കൊല്ലാം. ആടുകളൊക്കെ അറക്കാൻ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വെപ്രാളുണ്ട്. അതുപോലെയാണ് ഇപ്പൊ താനൂരിലെ അന്തർമാന്റെ കാര്യം. അന്തർമാന് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തന്നു, അന്തർമാൻ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇറങ്ങില്ല. എന്താ കാര്യം? അന്തർമാൻ ഒരു കാര്യം മനസ്സിലായി. അന്തർമാന് ഈ ബീഡി മുതലാളിയായിട്ടുള്ള അന്തർമാന് കഴിഞ്ഞ തവണയൊക്കെ ചില്ലറകൾ നന്നായിട്ട് ഇറക്കിയിട്ടുണ്ട്. ചില്ലറ അല്ല, ചാക്കിൽ തന്നെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതുകൊണ്ടും കാര്യമില്ല എന്ന് അന്തർമാന് മനസ്സിലായപ്പോൾ ആ അന്തർമാൻ സുല്ലിട്ട്. ഇപ്പം ഈ അന്തർമാനും സുല്ലിട്ട അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പാണക്കാട്ടെത്തിയ തീരാത്ത പ്രശ്നങ്ങളുണ്ടാ. എന്നിട്ടും അന്തർമാൻ്റെ ഒരു കാര്യം നോക്കി, ഇന്നലെ പാണക്കാട്ട് വന്ന് സാദിഖലി തങ്ങളെ കാണാൻ പറ്റുമോ? എങ്ങനെ കാണാൻ പറ്റണേ? ഫേസ്ബുക്കിൽ എഴുതിയ ഓർക്കണില്ലേ? അപ്പോൾ സാദിഖലി തങ്ങളെ കാണാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ താഴെയുള്ളവർ മതി. താഴെയുള്ളവരെന്ന് പറഞ്ഞാൽ പദവി കൊണ്ട്, മീൻസ് നമ്മൾ പാർട്ടിയിലെ പദവി കൊണ്ടാണ് കേട്ടോ. ഞാൻ മനുഷ്യന് തങ്ങൾ എന്നുള്ള രീതിയിൽ താഴെ കൊണ്ട് എന്നല്ല പറയുന്നത്. പാർട്ടിയിലെ ഇപ്പോൾ സാദിഖലി തങ്ങൾ പ്രസിഡൻ്റാണ്. അപ്പോൾ ആ തങ്ങൾക്ക് താഴെയാണല്ലോ ഇനിയിപ്പോൾ ആ മറ്റുള്ള തങ്ങന്മാരൊക്കെ. അപ്പോൾ അതുകൊണ്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അബ്ബാസ് അലി തങ്ങളെയും മുനവ്വർ അലി തങ്ങളെയും കണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പാണക്കാട്ട് തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? പാണക്കാട്ട് എത്തിയിട്ട് ഒരു പ്രശ്നവും സൊല്യൂഷൻ ഇല്ലാതെ പോയിട്ടില്ല. പാണക്കാട്ട് എത്തിയിട്ട്, പാണക്കാട്ട് എത്തുന്നതിന് മുമ്പ് കല്ലത്തായ കുറേ പ്രശ്നങ്ങളുണ്ട്, അത് വിട്. പാണക്കാട്ട് എത്തിയിട്ടുണ്ടോ ആ പ്രശ്നം സോൾവ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ പാണക്കാട്ട് കൂടി ഇന്നലെ ഈ പാണക്കാട്ട് എത്താനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊറ്റ കാരണമാണ്. അന്തർമാൻ വൈകുന്നേരം ആയപ്പോൾ ഭാര്യനോട് ചോദിച്ച് എന്താണ് നോമ്പറക്കാൻ. ഭാര്യ പറഞ്ഞു ഇവിടെ നോമ്പറക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പള്ളിക്കൽ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി നിങ്ങൾ നോമ്പറന്നോളിന്ന് പറഞ്ഞു. ഇത് കേട്ട അന്തർമാൻ ഹോട്ടലിലേക്കല്ല പാഞ്ഞത്, പള്ളിക്കലേക്കും അല്ല പാഞ്ഞത്. അന്തർമാൻ നേരെ ഓടി പാണക്കാട്ടേക്ക് കൊടപ്പനക്കൽ തറവാടിന്റെ മുറ്റത്ത് വന്ന് നിന്നു. അന്തർമാനെ ഇതൊരു കാര്യം മനസ്സിലാക്കണം. എന്താണത്? നീ മലപ്പുറത്തെ മുസ്ലിമിനെയും മലപ്പുറത്തിന്റെ മക്കളെയും നിരന്തരം വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്ന വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു പരനാറിയുണ്ട്. ആ പരനാറിയുമായിട്ടാണ് നീ ഇന്നലെ ചർച്ച നടത്തിയത്. ആ പരനാറി നിനക്ക് ഇന്നലെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു. ഇത്രകാലം നീ തീവ്രവാദിയാണ്, നീ വർഗീയവാദിയാണെന്ന് മുദ്ര കുത്തിയവൻ, നിന്നെ ചാപ്പ കുത്താൻ ശ്രമിച്ചവൻ, ഇന്നലെ നീ മറുകണ്ഠം ചാടുമെന്നുള്ള പ്രതീക്ഷയിൽ നിനക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു ആ വിജയരാഘവൻ. അത്തരത്തിലുള്ള പല ആളുകൾക്കും അടിക്കാനുള്ള വടിയിട്ട് കൊടുക്കുകയായിരുന്നു അന്തർമാന നീ ചെയ്തത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, പാർട്ടി വലിയ ഒരു യുദ്ധത്തിനിറങ്ങുമ്പോ അതിന്റെ മുന്നിൽ നിന്ന് പട നയിക്കേണ്ടവൻ. അല്ലെങ്കിൽ അന്തർമാനെ അനക്കെന്താ കുറവ്? ഇതൊന്ന് ആലോചിച്ച് നോക്ക്, അനക്കെന്താണ് കുറവ്? അന്നെ 2 വട്ടം MLA ആക്കി, ഏറ്റവും ഒടുവിൽ 2021 സിറ്റിംഗ് സീറ്റിൽ നിന്നെ മത്സരിപ്പിച്ചു. എന്നിട്ടോ 8 നിലയിൽ പൊട്ടിയ അന്തർമാന നീയെ ആ സിറ്റിംഗ് സീറ്റ് കൂടി നഷ്ടമായി. ഇതല്ലേ ഉണ്ടായത്? 2 തവണ MLA ആക്കിയില്ല അന്തർമാനെ. ജീവിതത്തിൽ ഇനി ഇതിനപ്പുറം എന്താ അന്തർമാനെ വേണ്ടത്? അന്തർമാനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. അന്തർമാനക്കാളൊക്കെ വാക്ചാതുര്യവും പ്രവൃത്തി പരിചയവും കഴിവും കപ്പാസിറ്റിയും മാനേജ്മെന്റ് ക്വാളിറ്റിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെയുള്ള ആയിരങ്ങള് ഇപ്പോഴും പാർട്ടിയിലുണ്ടോ? ഇപ്പോഴും പാർട്ടിയിലുണ്ട്.
എന്തിന്? ഒരു വാർഡ് മെമ്പർ പോലും വന്നായിട്ടില്ല. ക്വാളിറ്റി ഇല്ലായിട്ടല്ല, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലായിട്ടല്ല, മാനേജ്മെന്റ് ക്വാളിറ്റി ഇല്ലായിട്ടല്ല, നാവിന് ബലമില്ലാഞ്ഞിട്ടല്ല, നട്ടെല്ലിന് ബലമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ പാർട്ടിക്ക് പറ്റില്ലെന്നേ. പാർട്ടി അത്രേ ഉള്ളൂ, അത്രേ കൊടുക്കാൻ കഴിയുള്ളൂ പാർട്ടിക്ക്. അപ്പൊ അതൊക്കെ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കി ഒരു പരാതിയുമില്ലാതെ പാർട്ടിയുടെ പതാകയും പച്ച പതാകയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുന്ന ആയിരങ്ങളുണ്ട് അന്തരമാനെ. എന്നിട്ടാണ് അന്തരമാനെ ഇജിപ്പോ ഒരു കാര്യം മനസ്സിലാക്കണോ? ഇജി പാർട്ടിയിൽ നിന്ന് പോയോ ഇല്ലയോ ഇതൊന്നല്ല ഇവിടെ വിഷയം. അനക്കിപ്പോ ലീഗിന്റെ മക്കൾക്കിടയില് കറിവേപ്പിലയുടെ സ്ഥാനം പോലും ഇല്ല അന്തരമാനെ. ഒരു കാര്യം ഈ മനസ്സിലായിക്കോ, ഇജ് എൻ്റെ ഭാര്യ തെറ്റിപ്പോകുമെന്നുള്ള പേടിയിൽ ഇജ് ഇന്നലെ പാണക്കാട്ട് ഓടിയെത്തിയിട്ടുണ്ടെങ്കിൽ ഇജ് പാണക്കാട്ട് വന്നു, സംസാരിച്ചു, ഇജ് പറയുന്നത് അത് മാനിക്കുന്നു. പക്ഷെ ഇപ്പൊ എൻ്റെ അവസ്ഥ എന്താ? ഇപ്പൊ എൻ്റെ അവസ്ഥ നായി തൊട്ട കലം പോലെ. ആര്? പാർട്ടിയല്ല, പാർട്ടി അങ്ങനെ ചെയ്യില്ല, പാർട്ടിയുടെ നേതാക്കന്മാരുമല്ല. പക്ഷേ പാർട്ടിയും പാർട്ടി നേതാക്കൾക്കും താഴെ ഒരാളുണ്ട്. താഴെ എന്ന് പറഞ്ഞാൽ അതോടൊപ്പം നിൽക്കുന്ന, ഈ ഘടകമില്ലെങ്കിൽ പാർട്ടിയുമില്ല, പാർട്ടി നേതാക്കളുമില്ല എന്ന് പറഞ്ഞാൽ ഈ ഹരിത പതാക നെഞ്ചോട് ചേർത്ത പാർട്ടി പ്രവർത്തകര്, ആ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അന്തരമാനെ അന്റെ സ്ഥാനം ഇപ്പൊ നായി തൊട്ട കലം പോലെയാ. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ ഈ അത്രേ ഉള്ളൂ. ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോളേ, എല്ലാം കിട്ടിയിട്ട് എന്താ കിട്ടാൻ ബാക്കി? നിങ്ങളൊന്ന് ചോദിച്ചോ. അന്തർമാനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താ ബാക്കിയുള്ളത്? അന്തർമാൻ 2 വട്ടം MLA, പാർട്ടിയുടെ കമ്മിറ്റി അംഗം, സെക്രട്ടേറിയറ്റ് അംഗം, അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ പദവികളും എല്ലാ അധികാരങ്ങളും പാർട്ടി തന്നതാ അന്തർമാൻ എനിക്ക്. എന്നിട്ട് അവസാനം പാർട്ടി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഈ വല്ല വൈകാരിക പ്രകടനവും എൻ്റെ അഭിപ്രായവും തേങ്ങാക്കൊല. മനസ്സിലായില്ലേ? ഈ 3ാമതും MLA ആവേണ്ട വ്യക്തിയല്ലേ, കഴിഞ്ഞ തവണ തോറ്റില്ലായിരുന്നെങ്കിൽ. അപ്പോ ഇത്രയൊക്കെ പോരെ അന്തർമാനെ? ഇനി ഇതിനപ്പുറം നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിമോഹമല്ലേ മോനെ ദിനേശ, അതിമോഹം അല്ലേ?